നമസ്കാരം, വെളിച്ചം ചാനലിലേക്ക് സ്വാഗതം. 2025 മെയ് 18, 19 തീയതികളിലെ ദിനഫലങ്ങൾ, രാശിഫലങ്ങളാണ് ഇതിൽ പറയുന്നത്. 12 രാശിക്കാരെക്കുറിച്ചും പറയുന്നുണ്ട്. ഒരു ദിവസം മിനിമം നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ജ്യോതിഷ വിവരങ്ങളാണ് ഏറ്റവും ചുരുക്കി ഇതിൽ പറയുന്നത്. ഇതിൻ്റെ കറക്റ്റ് ടൈമിങ് പറയുകയാണെങ്കിൽ മെയ് 18 വെളുപ്പിന് 12:03 AM മുതൽ, അതായത് അർദ്ധരാത്രി മുതൽ മെയ് 20 രാവിലെ 7:35 AM വരെയാണ് ഈ ഫലങ്ങൾ അനുഭവവേദ്യമാകുന്നത്. എല്ലാ ദിവസവും പറയുന്ന കാര്യം പറയാം, അതായത് ഈ ജ്യോതിഷം പറയുന്നതിന് ഈ ദക്ഷിണ കൊടുക്കുന്ന ഒരു ആചാരമുണ്ട്. ദക്ഷിണ കൊടുത്തില്ലെങ്കിലും വലിയ കുഴപ്പമൊന്നുമില്ല, എങ്കിലും 1-2% ഫലപ്രാപ്തി കുറയും. അപ്പോൾ ഞങ്ങൾ പണമായിട്ട് ചോദിക്കുന്നില്ല. അതിന് പകരം ഞങ്ങളുടെ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. നേരത്തെ സബ്സ്ക്രൈബ് ചെയ്തവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇന്ന് പതിവിന് വിരുദ്ധമായിട്ട് ഞങ്ങൾ ഇന്ന് മീനം രാശിയുടെ ഫലമാണ് ആദ്യം പറയുന്നത്. കാരണം ചില പ്രത്യേകതകളുണ്ട് മീനം രാശിക്ക് ഇന്ന് ഈ ദിവസങ്ങളിൽ. മീനം രാശി എന്ന് പറയുമ്പോൾ പൂരിട്ടാതി, അവസാന പാദം, ഉത്രട്ടാതി, രേവതി. ഓക്കെ, മീനം രാശിക്ക് മാസങ്ങൾക്ക് ശേഷം ഗുണാധിക്യമുള്ള ദിവസങ്ങൾ വരികയാണ്. നിങ്ങൾക്കറിയാം, മെയ് 18 രാത്രിയിൽ രാഹു കേതുക്കൾ മാറുന്നു. 18 രാത്രി 9:30 PM ശേഷം ഇവർക്ക് ഗുണാധിക്യമാണ് കാണുന്നത്. കാരണം ഇവിടെ 6ാം ഭാവത്തിൽ അനുകൂലമായിട്ട് ശിഖി അഥവാ കേതു വരുന്നു. അതൊരു വലിയ മാറ്റമാണ്. അപ്പോഴത്തേക്ക് ഇവരുടെ തലവര മാറുകയാണ്. അപ്പോൾ ഇവിടെ ഞങ്ങൾ നോക്കിയപ്പോൾ 5 ഗ്രഹങ്ങൾ ഡയറക്റ്റായിട്ട് അനുകൂലമാണ്. ശുക്രൻ, ബുധൻ, സൂര്യൻ, ശിഖി, ചന്ദ്രൻ, ഈ 5 ഗ്രഹങ്ങൾ ഇവിടെ ഡയറക്റ്റായിട്ട് അനുകൂലമായിട്ട് വരുന്നു. അപ്പോൾ ഇവർക്ക് ഗുണാധിക്യമാണ് പറയുന്നത്. അതായത് ഏതാണ്ട് മാസങ്ങളോളം, ഏതാണ്ട് 1 വർഷത്തോളം അങ്ങോട്ടായിട്ട് മീനം രാശിക്ക് ഗുണാധിക്യം വരാത്തൊരു അവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത്. അത് മാറിത്തുടങ്ങി. കഴിഞ്ഞ ആഴ്ചകളിൽ ഞാൻ പറഞ്ഞിരുന്നു, മീനം രാശിക്ക് നല്ല കാലം തുടങ്ങാൻ പോകുന്നു. അപ്പോൾ ഇവിടെ ചെറുതായിട്ട് ഒന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണ്. മീനം രാശിക്ക് നല്ല കാലം വരുന്നതിൻ്റെ ഒരു ചെറിയ തുടക്കം ഇവിടെ തുടങ്ങിയാണ്. എങ്കിലും ഇവിടെ ശനി ജന്മശനിയാണ്. അതുപോലെ സർപ്പം അഥവാ രാഹു 18 രാത്രി 9:30 ശേഷം വ്യയസ്ഥാനത്ത് വരുന്നു. അത് പക്ഷേ ബെറ്ററാണ്. അതായത് ജന്മരാഹുവിനെ കാട്ടിലും കുറച്ച് ഭേദമാണ് 12ാം ഭാവത്തിൽ വ്യയസ്ഥാനത്തെ, നഷ്ടസ്ഥാനത്തെ രാഹു. ഓക്കെ, അപ്പോൾ സാമ്പത്തിക ചെലവൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചോണം. എങ്കിലും ഇവിടെ നമ്മൾ ജന്മശനി ആയതുകൊണ്ട് നമ്മൾ ശനിയാഴ്ച വ്രതമെടുത്ത് ക്ഷേത്രദർശനം, മന്ത്രജപങ്ങൾ, പിന്നെ ഈശ്വരന് ഇഷ്ടപ്പെടുന്ന അനുഷ്ഠാനങ്ങളെല്ലാം, പ്രവർത്തികളെല്ലാം, കർമ്മങ്ങളെല്ലാം ചെയ്യുക. ഈശ്വരനോട് ചേർന്ന് നിന്ന് പ്രാർത്ഥനയോടെ കർമ്മങ്ങൾ അനുഷ്ഠിക്കുക. അങ്ങനെ ആകുമ്പോൾ നേട്ടങ്ങൾ വരാൻ പോവുകയാണ്. ഇവിടെ ശുക്രൻ ജന്മത്തിൽ, ലഗ്നത്തിൽ നിൽക്കുന്നത് നല്ലതാണ്. പിന്നെ 2ാം ഭാവത്തിൽ ബുധൻ നിൽക്കുന്നു, 3ാം ഭാവത്തിൽ സൂര്യൻ നിൽക്കുന്നു, 6ാം ഭാവത്തിൽ കേതു അഥവാ രാഹു, ശിഖി നിൽക്കുന്നു, 11ാം ഭാവത്തിൽ ലാഭസ്ഥാനത്ത് ചന്ദ്രനും നിൽക്കുന്നു. അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഇവർക്ക് ഗുണാധിക്യം പറയാം. ശനിയാഴ്ച നിങ്ങൾ പ്രധാനമായിട്ട് ഈശ്വരനുമായിട്ട് ചേർന്ന് നിന്നുള്ള കർമ്മങ്ങൾ അനുഷ്ഠിക്കുക. അതുപോലെ തന്നെ സർപ്പപ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിൽ ആയില്യം ദിവസമെങ്കിലും, മാസത്തിലൊരിക്കലെങ്കിലും 100 പാലും അതുപോലെ തന്നെ ഈ
പുള്ളുവൻ പാട്ടും ചെയ്യുക. അപ്പോൾ ദോഷങ്ങളൊക്കെ ഒഴിഞ്ഞ് എപ്പോഴും ഈശ്വരനെ ഭജിച്ചുകൊണ്ട് കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഗുണാനുഭവങ്ങൾ അനുഭവത്തിൽ നേരിട്ട് നമുക്ക് നേടിയെടുക്കാൻ പറ്റും. ഇവിടെ സൂര്യൻ 3-ാം ഭാവത്തിൽ അനുകൂലമാണ്. അപ്പോൾ തൊഴിൽ വിജയം, അതുപോലെ തന്നെ പിതൃഗുണം, സന്താന നേട്ടം ഇവ നേടാം. പിന്നെ ശുക്രനും ബുധനും അനുകൂലമാണ്. അപ്പോൾ കലാസാഹിത്യ രംഗത്തും ബൗദ്ധിക രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും ഉയർച്ചയുണ്ടാവും. വ്യാഴം, ചൊവ്വ ഇവ ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഫലമാണ് തരുന്നത്. അപ്പോൾ ഡയറക്റ്റായിട്ട് 2 ഗ്രഹങ്ങളേ ഉള്ളൂ. പ്രതികൂലമായിട്ട് ശനിയും സർപ്പവും. അതുപോലെ തന്നെ ചന്ദ്രൻ ഇവിടെ 11-ാം ഭാവത്തിൽ ലാഭസ്ഥാനത്ത് നിൽക്കുന്നു. അപ്പോൾ ദേഹസുഖം, മനസ്സുഖം ഇവയൊക്കെ ഉണ്ടാവാം. പൊതുവെ ഇവർക്ക് 18-ാം തീയതി രാത്രി 9:30 PM ശേഷം ഗുണാധിക്യമാണ് കാണുന്നത്. ഓക്കെ, ഇനി നമുക്ക് ആദ്യം തൊട്ട് തുടങ്ങാം. മേടം രാശി, അശ്വതി ഭരണി കാർത്തിക ആദ്യപാദം. ഇവർക്കും സർപ്പവും കേതുവും മാറുന്നത് അനുകൂലമായിട്ടാണ്. 11-ാം ഭാവത്തിൽ ലാഭസ്ഥാനത്ത് സർപ്പം അഥവാ രാഹു വരുന്നു. അപ്പോൾ ഇവർക്ക് ഊഹക്കച്ചവടങ്ങളിൽ നേട്ടം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടെങ്കിലും ഇവിടെ ശനി പ്രതികൂലമാണ്. 12-ാം ഭാവത്തിൽ നഷ്ടസ്ഥാനത്ത് നിൽക്കുകയാണ്. അതുപോലെ തന്നെ സൂര്യനും വ്യാഴവും അനുകൂലമല്ലാതെ നിൽക്കുന്നു, ഡയറക്റ്റായിട്ട് അനുകൂലമല്ല. പിന്നെ ചൊവ്വ പ്രതികൂലമാണ് ഡയറക്റ്റായിട്ട്, ശനി പ്രതികൂലമാണ്. അപ്പോൾ ശനിയും ചൊവ്വയും ഡയറക്റ്റായിട്ട് പ്രതികൂലമാണ്. 3 ഗ്രഹങ്ങൾ ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഫലം തരുന്നു. അപ്പോൾ ഇവർക്ക് പൊതുവെ ഗുണദോഷ സമ്മിശ്രമാണ് എങ്കിലും അതുകൊണ്ട് ഗുണദോഷ സമ്മിശ്രമായതുകൊണ്ട് ഈ സർപ്പവും കേതുവും അനുകൂലമായിട്ട് വരുന്നത് അതിൻ്റെ പൂർണ്ണ ഫലം കിട്ടില്ല. എങ്കിലും താമസിയാതെ മറ്റ് ഗ്രഹങ്ങളൊക്കെ മാറുന്ന ഒരു സാഹചര്യം വരുമ്പോൾ തീർച്ചയായിട്ടും ഇവർക്ക് ഊഹക്കച്ചവടങ്ങളിലുമൊക്കെ നേട്ടം വരും. പിന്നെ ചന്ദ്രനും ശുക്രനും ഒക്കെ അനുകൂലമാണ് ഇവിടെ. പൊതുവെ മേടം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ്. ഈശ്വരനുമായിട്ട് ചേർന്ന് നിന്ന് കഴിഞ്ഞാൽ ഗുണാധിക്യം നേടിയെടുക്കാൻ പറ്റും. ഇനി ഇടവൻ രാശി എന്ന് പറയുമ്പോൾ കാർത്തിക അവസാന 3 പാദം, രോഹിണി, മകയിരം ആദ്യ 2 പാദം. ഇടവൻ രാശിക്ക് ഗുണദോഷ സമ്മിശ്രമായിട്ട് കാര്യങ്ങൾ പറയുന്നു ഞങ്ങൾ. കരിയുടെ 18-ാം തീയതി രാത്രി 9:30 സർപ്പം അഥവാ രാഹു പരന്ന ഭാവത്തിൽ നിന്ന് കർമ്മഭാവത്തിലേക്ക് വരുന്നു. അപ്പോൾ ആ സർപ്പത്തിൻ്റെ, രാഹുവിൻ്റെ അനുകൂല ഭാവം, അത്യധിക അനുകൂലമായ ഭാവം മാറുന്നു. പക്ഷേ അത് 18-ാം തീയതി രാത്രി 9:30 അപ്പോൾ ആ 18-ാം തീയതി പകൽ സമയങ്ങളിൽ അനുകൂലമാണ്. ആ സമയത്ത് ഊഹക്കച്ചവടങ്ങളിലൊക്കെ നേട്ടമുണ്ടാവും. പിന്നെ അവർക്ക് സൂര്യൻ നിൽക്കുന്നത് ലഗ്നത്തിലാണ്. അപ്പോൾ ദേഹാസ്വാസ്ഥ്യം, മനസ്സിന് ഊർജ്ജസ്വലത ഇല്ലായ്മ ഇവയൊക്കെ അനുഭവപ്പെടാം. അതുപോലെ തന്നെ തൊഴിൽ പ്രശ്നങ്ങളും ഉണ്ടാവാം. എങ്കിലും ഇവിടെ ചൊവ്വ അനുകൂലമായിട്ട് നിൽക്കുന്നതിനാൽ ഈ തൊഴിൽ പ്രശ്നങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് അതൊക്കെ മിക്കവാറും ഈ നിയമപ്രശ്നങ്ങളുമായിട്ട് കണക്റ്റ് ചെയ്ത് ആയിരിക്കുമല്ലോ ഉണ്ടാവുക. അപ്പോൾ അതൊക്കെ പരിഹരിക്കപ്പെടാം. കാര്യം ചൊവ്വ ഇവിടെ അനുകൂലമാണ്. അപ്പോൾ
നിയമപ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് മാറ്റി അത് നമുക്ക് അനുകൂലമായിട്ട് വരുത്താൻ പറ്റും, അനുകൂലമായി മാറും. അതുപോലെ തന്നെ ഇവിടെ വ്യാഴം അനുകൂലമായിട്ട് വന്നിട്ടുണ്ട്. ജന്മവ്യാഴമായിരുന്നു, അത് ഈ 14-ാം തീയതി അനുകൂലമായിട്ട് വന്നു. ധനസ്ഥാനത്ത് 2-ാം ഭാവത്തിൽ ധനസ്ഥാനത്ത് അനുകൂലമായിട്ട് വന്നു. അപ്പോൾ തീർച്ചയായിട്ടും ധനവരവ് ഉണ്ടാവും. അതായത് വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവ് ഉണ്ടാവും. കാരണം ഇവിടെ ശുക്രനും വ്യാഴവും ഒരുമിച്ച് അനുകൂലമായിട്ട് വരുന്നു. 11-ാം ഭാവത്തിൽ ലാഭസ്ഥാനത്ത് ശനിയും ശുക്രനും നിൽക്കുന്നു, ധനസ്ഥാനത്ത് വ്യാഴവും നിൽക്കുന്നു. അപ്പോൾ ബന്ധങ്ങൾ സുദൃഢമാവും, പുതിയ സുഹൃത്തുക്കളെ കിട്ടും, പിന്നെ വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവുണ്ടാവും. ഓക്കെ, എങ്കിലും ഇവർക്ക് സൂര്യൻ പ്രതികൂലമായിട്ട് നിൽക്കുന്നു. സൂര്യൻ മാത്രമാണ് ഡയറക്റ്റായിട്ട് പ്രതികൂലമായിട്ട് നിൽക്കുന്നത്, അതായത് ദോഷകരമായി നിൽക്കുന്നത്. മറ്റ് ഗ്രഹങ്ങളൊക്കെ ഗുണദോഷ സമ്മിശ്രമായിട്ട് ഫലം തരും. എന്തായാലും പൊതുവെ ഇവർക്ക് അത്യാവശ്യം നല്ല ദിവസങ്ങളായിട്ട് ഞങ്ങൾ ഇത് പറയുന്നു. എങ്കിലും ഇവർക്ക് 19-ാം തീയതി, പ്രായോഗികമായിട്ട് 19-ാം തീയതി അത്ര ഗുണകരമായിട്ടുള്ള ദിവസമായിരിക്കില്ല. എങ്കിലും 18-ാം തീയതി ഗുണാധിക്യമാണ്. അതായത് 18-ാം തീയതി ഗുണാധിക്യവും 19-ാം തീയതി ഗുണദോഷ സമ്മിശ്രത്തിൽ തന്നെ അല്പം ഗുണാധിക്യമുള്ള ദിവസങ്ങളായി അനുഭവപ്പെടും. പൊതുവിൽ പറയുകയാണെങ്കിൽ ഇടവൻ രാശിക്ക് ഈ സർപ്പത്തിൻ്റെ ആനുകൂല്യം നഷ്ടപ്പെടുന്നു എങ്കിലും പൊതുവെ മറ്റ് ഗ്രഹങ്ങളുടെ, പ്രത്യേകിച്ച് ശനിയുടെയും വ്യാഴത്തിൻ്റെയും അനുകൂല ഭാവം കൊണ്ട് നേട്ടങ്ങൾ ഉണ്ടാവുക തന്നെ ചെയ്യും. പൊതുവിൽ ഗുണാധിക്യം നമുക്ക് പ്രതീക്ഷിക്കാം. ഇനി മിഥുനം രാശി. മിഥുനം രാശി എന്ന് പറയുമ്പോൾ മകയിരം അവസാന 2 പാദം, തിരുവാതിര, പുണർദം ആദ്യ 3 പാദം. മിഥുനം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമായിട്ട് പറയാം. കാരണം ഇവിടെ 18-ാം തീയതി രാത്രി രാഹുകേതുക്കളുടെ മാറ്റം അനുകൂലമാണ്, പിന്നെ ബുധൻ അനുകൂലമാണ്. എങ്കിലും സൂര്യൻ ഇവിടെ പ്രതികൂലമായിട്ട് നിൽക്കുന്നു, ശനിയും കണ്ടശനിയാണ്. അപ്പോൾ അത് ഒക്കെ എല്ലാം കൂടെ വെച്ച് നോക്കുമ്പോൾ മൊത്തത്തിൽ നമുക്ക് ഗുണദോഷ സമ്മിശ്രമായിട്ട് ഫലം പറയാം. ഇനി കർക്കിടകം രാശി. പുണർദം അവസാന പാദം, പൂയം ആയില്യം. കർക്കിടകം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമായിട്ട് ഫലം വരുന്നു. ഇവർക്ക് വ്യാഴം പ്രതികൂലമായി, ചൊവ്വ നേരത്തെ തന്നെ പ്രതികൂലമാണ്. 18-ന് രാത്രി സർപ്പം പ്രതികൂലമായിട്ട് വരുന്നു. എങ്കിലും ഇവർക്ക് ഈ ദിവസങ്ങളിൽ 4 ഗ്രഹങ്ങൾ അനുകൂലമാണ്. പ്രത്യേകിച്ച് സൂര്യൻ ഇവർക്ക് അനുകൂലമാണ്, 11-ാം ഭാവത്തിൽ ലാഭസ്ഥാനത്ത് വയ്ക്കുന്നു. അപ്പോൾ തൊഴിൽപരമായിട്ടുള്ള നേട്ടം ഉണ്ടാവും. കൂടാതെ കർമ്മഭാവത്തിൽ ബുധനുമുണ്ട്. അപ്പോൾ ഇവർക്ക് 9-ാം ഭാവത്തിൽ ശുക്രനുമുണ്ട്. അപ്പോൾ ഇവർക്ക് പൊതുവിൽ ഒരു ഗുണദോഷ സമ്മിശ്രത്തിൽ തന്നെ അല്പം ഗുണാധിക്യമായിട്ട് വരുമെങ്കിലും ചൊവ്വ, രാഹു, വ്യാഴം ഇവയുടെ പ്രതികൂലാവസ്ഥ കൊണ്ട് 19-ാം തീയതി ഗുണദോഷ സമ്മിശ്രവും, ബാക്കി 19-ാം തീയതി ഗുണദോഷ സമ്മിശ്രവും 18-ാം തീയതി ഗുണാധിക്യവും പ്രതീക്ഷിക്കാം. പൊതുവിൽ പറയുകയാണെങ്കിൽ ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഫലം നമുക്ക് പ്രതീക്ഷിക്കാം. ഇനി ചിങ്ങം രാശി. മകം, പൂരം, ഉത്രം ആദ്യ പാദം. ഇവർക്ക് കേതു ജന്മത്തിൽ വരുന്നു 18-ാം തീയതി രാത്രി. അത് പ്രതികൂലമാണ്. എങ്കിലും അഷ്ടമ രാഹു മാറുന്നു, അത് ഒരു നേട്ടമാണ്. എങ്കിലും ചൊവ്വ പ്രതികൂലമായിട്ട് തുടരുന്നു. പക്ഷേ ഏറ്റവും വലിയ നേട്ടം എന്ന് പറയുന്നത് ചിങ്ങം രാശിക്ക് 11-ാം ഭാവത്തിൽ ലാഭസ്ഥാനത്ത് വ്യാഴം വരുന്നു.
സർവവിധ സൗഭാഗ്യം, രാജകീയ സുഖഭോഗങ്ങൾ ഇവയൊക്കെ കിട്ടാം. പക്ഷേ ചൊവ്വയും കൂടെ ഒന്ന് മാറി വരണം. അത് കുറച്ച് 2-3 മാസം കഴിയും. അങ്ങനെ ആകുമ്പോൾ ഇവർക്ക് ഗുണാധിക്യം പൂർണ്ണമായിട്ട് നമുക്ക് പൂർണ്ണമായ തോതിൽ പറയാം. ഇവിടെ സൂര്യനും വ്യാഴവും അനുകൂലമാണ്. അതായത് പരന്ന ഭാവത്തിൽ ലാഭസ്ഥാനത്ത് വ്യാഴവും കർമ്മഭാവത്തിൽ സൂര്യനും നിൽക്കുന്നതുകൊണ്ട് വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവുണ്ടാവും. ശുക്രനും ഇവിടെ അനുകൂലമാണ്. അപ്പോൾ ഇവർക്ക് നേട്ടങ്ങളുണ്ടാവും, തൊഴിൽപരമായിട്ട് നേട്ടങ്ങളുണ്ടാവും, വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവുണ്ടാവും. അതുപോലെ കലാസാഹിത്യ രംഗത്തൊക്കെ നേട്ടമുണ്ടാവും. എങ്കിലും ഇതിനൊക്കെ ഒരു പരിധികളുണ്ട്. കാരണം ശനി അഷ്ടമ ശനിയായിട്ട് തുടരുന്നു. കൂടാതെ 12ാം ഭാവത്തിൽ ചൊവ്വയും നിൽക്കുന്നു. അപ്പോൾ ചൊവ്വ ഒരു 2-3 മാസം കഴിയുമ്പോൾ മാറുമ്പോൾ ഇവർക്ക് പൂർണ്ണമായ തോതിൽ ഗുണാധിക്യം പ്രതീക്ഷിക്കാം. എന്തായാലും ഇവിടെ ഞങ്ങൾ പറയുന്നത് ചിങ്ങൻ രാശിക്ക് ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഫലങ്ങളാണ്. അത് ഗുണാധിക്യം വരാൻ 1-2 മാസം കൂടി ആ ചൊവ്വയുടെ മാറ്റവും കൂടെ നമുക്ക് പ്രതീക്ഷിക്കാം. ചിങ്ങൻ രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ്. ഇനി കന്നി രാശി, ഉത്രം അവസാന 3 പാദം, അത്തം ചിത്തിര അവസാന 2 പാദം. കന്നി രാശിക്ക് സർപ്പം അഥവാ രാഹു 6ാം ഭാവത്തിലേക്ക് വരുന്നു. 18ാം തീയതി രാത്രി അനുകൂലമാണ്. പ്രതികൂലമാണ് 12ാം ഭാവത്തിലേക്ക് ശിഖി അഥവാ കേതു വരുമ്പോൾ. എങ്കിലും 6ാം ഭാവത്തിലെ സർപ്പം ദൃഷ്ടി ചെയ്യുന്നതുകൊണ്ട് തീർച്ചയായിട്ടും ആ 12ാം ഭാവത്തിലെ കേതുവിൻ്റെ ദുഷ്ഫലങ്ങൾ കുറഞ്ഞിരിക്കും. ഓക്കെ. കന്യരാശിക്ക് ചൊവ്വ അനുകൂലമാണ് 11ാം ഭാവത്തിൽ ലാഭസ്ഥാനത്ത്. അതുപോലെ തന്നെ ബുധനും അനുകൂലമാണ് അഷ്ടമത്തിൽ. ഓക്കെ. സൂര്യനും വ്യാഴവും ഒക്കെ ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഫലം തരും. അപ്പോൾ പൊതുവിൽ നോക്കുമ്പോൾ കന്യരാശിക്ക് 18ാം തീയതി ഗുണദോഷ സമ്മിശ്രവും 19ാം തീയതി ഗുണാധിക്യവുമാണ് ഞങ്ങൾ പ്രവചിക്കുന്നത്. ഇനി തുലാം രാശി എന്ന് പറയുമ്പോൾ ചിത്തിര അവസാന 2 പാദം, ചോതി വിശാഖം ആദ്യ 3 പാദം. തുലാം രാശിക്ക് അത്യധികം ഗുണാധിക്യമുള്ള ദിവസങ്ങളാണ്. പക്ഷേ സൂര്യൻ പ്രതികൂലമായിട്ട് നിൽക്കുന്നു. അത് അഷ്ടമത്തിൽ നിൽക്കുകയാണ്. അപ്പോൾ തൊഴിൽപരമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടാവാം. അതുപോലെ തന്നെ ശാരീരിക മാനസിക അസ്വസ്ഥതകളുണ്ടാവാം. ചെറിയ ജലദോഷവും മനസ്സിന് ഒരു ഊർജ്ജസ്വലത ഇല്ലായ്മയൊക്കെ ഉണ്ടാവാം. എങ്കിലും ഇവർക്ക് അനുകൂലമായിട്ട് നിൽക്കുന്നത് അനുകൂലമായിട്ടുള്ള ഗ്രഹങ്ങൾ ചെറിയ പുള്ളികളൊന്നുമല്ല, കിടിലം ഗ്രഹങ്ങളാണ് ഇവർക്ക് അനുകൂലമായിട്ട് നിൽക്കുന്നത്. നിങ്ങൾക്കറിയാം, സർപ്പം, കേതു, ശനി, വ്യാഴം, ചൊവ്വ ഇതെല്ലാം അനുകൂലമാണ്. ചുരുക്കത്തിൽ ഈ പാപഗ്രഹങ്ങളെല്ലാം ഇവർക്ക് അനുകൂലമാണ്. അതും ദീർഘകാലം ഒരേ രാശിയിൽ തുടരുന്ന പാപഗ്രഹങ്ങളായ ശനി, കേതു, ശിഖി ഇവയെല്ലാം അനുകൂലമാണ്. ഇത് 18ാം തീയതി രാത്രി സർപ്പം മാറുമെങ്കിലും അതും പറഞ്ഞു വരുമ്പോൾ അതും അനുകൂലമായിട്ട് വരത്തുള്ളൂ. കാരണം കേതു 11ാം ഭാവത്തിലേക്കാണ് മാറുന്നത് 18ാം തീയതി രാത്രി 9:30 PM. അപ്പോൾ അത് അനുകൂലമാണ്, അത്യധികം അനുകൂലമാണ്. അപ്പോൾ ഈ കേതുവിൻ്റെ ഒരു ഫലം ഞാൻ അന്ന് കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. അതായത് ഇവർ തുലാം രാശിക്കാർ പറയുന്ന കാര്യങ്ങളൊക്കെ ജനങ്ങൾ ശ്രദ്ധിക്കാൻ തുടങ്ങുകയും
ഇതുവരെ ശ്രദ്ധ തരാത്ത ആൾക്കാർ വരെ ഇവരുടെ വാക്കുകളൊക്കെ ശ്രദ്ധിക്കുകയും ഇവർ പറയുന്നതിന് എന്തോ നല്ല കാര്യമുണ്ട് എന്നൊക്കെ ഒരു തോന്നൽ ഭൂരിപക്ഷം ജനങ്ങൾക്കും തോന്നുകയും തുലാം രാശിക്കാർ പറയുന്ന കാര്യങ്ങളൊക്കെ പൊതുവെ ആൾക്കാർ വിശകലനം ചെയ്ത് പൊതുവെ അനുകൂലിക്കാനുള്ള ഒരു സാധ്യത ഈ കേതുവായിട്ട് ബന്ധപ്പെട്ട, അതായത് കേതുവിൻ്റെ ഏറ്റവും അതിശക്തമായിട്ടുള്ള ഒരു രാശിയിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. 11ാം ഭാവത്തിലാണെന്ന് മാത്രമല്ല, സൂര്യൻ്റെ സ്വക്ഷേത്രമായ ചിങ്ങം രാശി എന്ന് പറയുമ്പോൾ ഒരു കാര്യമുണ്ട്. ഈ ശിഖിയും സർപ്പവും ഒക്കെ ഏത് രാശിയിൽ നിൽക്കുന്നോ ആ രാശിയുടെ അധിപൻ്റെ സ്വഭാവമാണ് കാണിക്കുന്നത്. ഓക്കെ, സർപ്പം ഇവിടെ കുംഭം രാശി, അതായത് ശനിയുടെ സ്വക്ഷേത്രമായ കുംഭം രാശിയിലാണ് നിൽക്കുന്നത്. അപ്പോൾ സ്വക്ഷേത്ര ബലവാനായ ശനിയുടെ സ്വഭാവമൊക്കെയാണ് ഈ സർപ്പം ഇവിടെ കാണിക്കാൻ പോകുന്നത്. അതുപോലെ തന്നെ സ്വക്ഷേത്ര ബലവാനായ സൂര്യൻ്റെ ഫലമാണ് കേതുവും കാണിക്കാൻ പോകുന്നത്. അത് മാത്രമല്ല, ഈ സൂര്യൻ എന്ന് പറയുമ്പോൾ തൊഴിൽപരമായിട്ട്, അതുപോലെ തന്നെ സന്താനങ്ങൾ ആയിട്ട് ബന്ധപ്പെട്ട്, അതുപോലെ തന്നെ ഈ പിതൃ തുല്യരായ ആയിട്ട് ബന്ധപ്പെട്ട് ഇവർക്ക് അനുകൂലമായിട്ടുള്ള സംഭവങ്ങളുണ്ടാവും. കാരണം ഈ 11ാം ഭാവത്തിൽ സൂര്യൻ്റെ ക്ഷേത്രത്തിൽ കേതു നിൽക്കുമ്പോൾ അങ്ങനെയൊരു സംഭവമുണ്ട്. എന്തായാലും ഇവർക്ക് 6ാം ഭാവത്തിൽ ശനി അത്യധികം അനുകൂലമാണ്. 9ാം ഭാവത്തിൽ വ്യാഴം ഏറ്റവും കൂടുതൽ ദൈവാധീനം തരുന്ന ഒരു കാലയളവാണിത്. അത് കൂടാതെ കർമ്മഭാവത്തിൽ ചൊവ്വ അനുകൂലമായിട്ട് നിൽക്കുന്നു, നീചരാശിയിലാണെങ്കിലും. അപ്പോൾ അത് സംഭവം ഇതെല്ലാം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഗ്രഹങ്ങളെല്ലാം ഇവർക്ക് അത്യധികം അനുകൂലമാണ്. അതിനാൽ അത് മാത്രമല്ല, സൂര്യൻ മാത്രമേ ഉള്ളൂ ഡയറക്റ്റായിട്ട് പ്രതികൂലമായിട്ട് നിൽക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഫലം ഞാൻ പറഞ്ഞു, തൊഴിൽ പ്രശ്നം ഉണ്ടാവാം, അതുപോലെ തന്നെ ചെറിയ ജലദോഷവും ചെറിയ മനസ്സുഖമില്ലായ്മയും ഒക്കെ ഉണ്ടാവാം, ഊർജ്ജസ്വലത ഒന്ന് കുറയും. അപ്പോൾ അതൊഴിച്ചാൽ ബാക്കി ഗ്രഹങ്ങളൊക്കെ ഒന്നിൽ അത്യധിക അനുകൂലമോ അല്ലെങ്കിൽ ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഫലമായിരിക്കും ബാക്കിയുള്ള ഗ്രഹങ്ങൾ തരുന്നത്. അപ്പോൾ ഈ സൂര്യൻ്റെ ദോഷം മാറാൻ ഞായറാഴ്ച, തിങ്കളാഴ്ച, ശനിയാഴ്ച നമ്മൾ ശിവക്ഷേത്രത്തിൽ പോയി ജലധാരയെങ്കിലും നടത്തുക. മറ്റ് വഴിപാടുകൾ നടത്താൻ പറ്റുന്നെങ്കിൽ അത്രയും നല്ലത്. ശിവനെയാണ് നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ഭജിക്കേണ്ടത്. അതായത് ഗണപതിയെ ആദ്യം ഭജിക്കുക, രണ്ടാമത്തെ സ്ഥാനം നമ്മൾ ശിവനാണ് നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ടത്. കാരണം ഈ ശിവനാണ് ശാരീരിക മാനസിക ആരോഗ്യം നിലനിർത്തുന്നതും അതുപോലെ തന്നെ അത് അത്യധികം ഗുണാധിക്യമുള്ള ഒരു അവസ്ഥയിലേക്ക് മാറ്റുന്നതും. മഹാവിഷ്ണു തീർച്ചയായിട്ടും ജീവിതത്തിൽ പൊതുവെയുള്ള കാര്യങ്ങളാണ്. ഇതിൻ്റെ എല്ലാം അടിസ്ഥാനം നാരായണൻ തന്നെയാണ്. ഇപ്പോൾ ഗണപതിയെ ഭജിച്ചാലും ശിവനെ ഭജിച്ചാലും അതിൻ്റെ അവസാന വാക്ക് അത് ചെന്നെത്തുന്നത് നാരായണനിലാണ്, മഹാവിഷ്ണുവിലാണ്. എങ്കിലും കൃഷ്ണനും മഹാവിഷ്ണുവും ഒക്കെ പെട്ടെന്ന് ഫലം അനുഗ്രഹം തരുന്ന ദൈവങ്ങളല്ല. അതേസമയം ശിവനും ഗണപതിയും ക്ഷിപ്രപ്രസാദികളാണ്. ക്ഷിപ്രപ്രസാദികൾ എന്നാൽ പെട്ടെന്ന് പ്രസാദിക്കുന്നത്, അതുപോലെ തന്നെ ക്ഷിപ്രകോപികളുമാണ്. അപ്പോൾ അങ്ങനെ ഉണ്ട്. എന്തായാലും സൂര്യൻ്റെ ഒരു പ്രതികൂലാവസ്ഥ മാറുന്നതിന് നമ്മൾ ഞായറാഴ്ച, തിങ്കളാഴ്ച, പിന്നെ ശനിയാഴ്ച ശിവക്ഷേത്രത്തിൽ, അതും പാർവതി സമേതനായ ശിവനുള്ള ശിവക്ഷേത്രങ്ങളിൽ സന്ദർശിച്ച്
ദർശനം നടത്തി വഴിപാടുകളൊക്കെ നടത്തുക. തീർച്ചയായിട്ടും ഈ അത്യധികം ഗുണാധിക്യമുള്ള ഈ കാലയളവ് ഇത് ഏകദേശം ഒരു വർഷം മിനിമം ഒരു വർഷം ഇവർക്ക് ഈ ഒരു അവസ്ഥ പൊതുവെ ഉണ്ടായിരിക്കും. തുലാം രാശിക്കാരുടെ ഏറ്റവും നല്ല കാലഘട്ടമാണ് തുടങ്ങിയിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും തുലാം രാശിക്കാർക്ക് എല്ലാവിധ സർവ്വസൗഭാഗ്യങ്ങളും കിട്ടാൻ പ്രാർത്ഥിക്കുന്നു. ഈശ്വരനുമായിട്ട് ചേർന്ന് നിന്ന് ഈ കാലയളവിലെ എല്ലാ നേട്ടങ്ങളും നിങ്ങൾക്ക് കൊയ്യാൻ പറ്റട്ടെ, നേടിയെടുക്കാൻ പറ്റട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇനി വൃശ്ചികം രാശി. വിശാഖം അവസാന പാദം, അനിഴം തൃക്കേട്ട. വൃശ്ചികം രാശിക്ക് ശനി 5ാം ഭാവത്തിൽ ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഫലം തരും. അതായത് ഡയറക്റ്റായിട്ട് ഇവർക്ക് വ്യാഴം അഷ്ടമത്തിൽ നിൽക്കുന്നു എന്നതൊഴിച്ച് കഴിഞ്ഞാൽ കാര്യമായ പ്രതികൂലമായ ഗ്രഹങ്ങളൊന്നും തന്നെയില്ല. അതേസമയം അനുകൂലമായിട്ട് 3 ഗ്രഹങ്ങൾ ഉണ്ട് താനും. അതിൻ്റെ കൂടെ ഞാൻ പറഞ്ഞു 5ാം ഭാവത്തിലെ ശനി അത്ര വലിയ ദോഷമൊന്നും ചെയ്യത്തില്ല, ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഫലമേ തരത്തുള്ളൂ. അങ്ങനെ വരുമ്പോൾ ഇവർക്ക് വൃശ്ചികം രാശിക്ക് പൊതുവെ ഒരു ഗുണദോഷ സമ്മിശ്രമായിട്ട് ഞങ്ങൾ ഫലം പറയുന്നു. ഇനി ധനുരാശി എന്ന് പറയുമ്പോൾ മൂലം പൂരാട ഉത്രാടം ആദ്യ പാദം. ധനുരാശിക്ക് നല്ല കാലം തുടങ്ങിയിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഇവിടെ മെയ് 18-ാം തീയതി രാത്രി 9:30 PM സർപ്പം ഇവരുടെ 3ാം ഭാവത്തിൽ വരുന്നു. അത് 1.5 വർഷം നിൽക്കും. അപ്പോൾ സർപ്പം കൊണ്ട് ഇവർക്ക് നേട്ടമാണ്. അത് മാത്രമല്ല വ്യാഴവും ഇവിടെ അനുകൂലമായിട്ട് വരികയാണ്. 7ാം ഭാവത്തിൽ അനുകൂലമായിട്ട് വരുന്നു. അപ്പോൾ ഇവർക്ക് 5 ഗ്രഹങ്ങൾ ഇവിടെ അനുകൂലമായിട്ട് കണക്കാക്കിയിട്ടുണ്ട്. പ്രതികൂലമായിട്ട് ശനിയും ചൊവ്വയും ഉണ്ട്. എന്നാൽ തന്നെയും വ്യാഴം അതുപോലെ തന്നെ സൂര്യൻ 6ാം ഭാവത്തിൽ അനുകൂലമായിട്ട് നിൽക്കുന്നു. തൊഴിൽപരമായിട്ട് നേട്ടം ഉണ്ടാവും, സന്താന ഗുണം, പിതൃക്കളുടെ അനുഗ്രഹം ഇവയൊക്കെ കിട്ടും. പിന്നെ ശുക്രനും വ്യാഴവും ഒരുമിച്ച് അനുകൂലമായിട്ട് വരുന്നു. അപ്പോൾ ബന്ധങ്ങൾ, പ്രത്യേകിച്ച് 7ാം ഭാവത്തിലാണ് വ്യാഴം വന്നിരിക്കുന്നത്. അപ്പോൾ ദാമ്പത്യ ജീവിതം ഊഷ്മളമാവും. പിന്നെ പ്രേമബന്ധങ്ങൾ നേട്ടം ഉണ്ടാക്കും. പ്രേമബന്ധങ്ങളിൽ നേട്ടം ഉണ്ടാവും. പൊതുവെ വിവാഹം കാത്തു നിൽക്കുന്ന യുവാക്കൾക്ക് നേട്ടമുണ്ടാവും. പൊതുവെ ഇവർക്ക് ഗുണാധിക്യമാണ് കാണുന്നത്. എങ്കിലും ശനിയാഴ്ച നമ്മൾ ക്ഷേത്ര ദർശനം നടത്തി വ്രതമെടുത്ത് അന്നത്തെ ദിവസം ഈശ്വരനെ ഭജിച്ചുകൊണ്ട് കർമ്മങ്ങൾ അനുഷ്ഠിക്കുക. അതുപോലെ ചൊവ്വ ഇവിടെ അഷ്ടമത്തിലാണ്. അപ്പോൾ നമ്മൾ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ ചൊവ്വാഴ്ച വഴിപാടുകൾ നടത്തുക, പാലഭിഷേകം, ഭസ്മാഭിഷേകമൊക്കെ നടത്തുക. അപ്പോൾ ആ ഒരു വഴിപാടുകളൊക്കെ നടത്തി കഴിഞ്ഞാൽ ഈ ദോഷാധിക്യം കുറഞ്ഞു കിട്ടും. ഈശ്വരനുമായിട്ട് ചേർന്ന് കഴിഞ്ഞാൽ എല്ലാ പ്രധാനപ്പെട്ട എല്ലാ കാര്യങ്ങളും നടക്കുകയും ചെയ്യും. ഗുണാധിക്യം ഇവിടെ ഉണ്ട്, അത് നേടിയെടുക്കാൻ പറ്റുകയും ചെയ്യും. ധനുരാശിക്ക് ഗുണാധിക്യമാണ് ഞങ്ങൾ പ്രവചിക്കുന്നത്. ഇനി മകരം രാശി. ഉത്രാടം അവസാന 3 പാദം, തിരുവോണം, അവിട്ടം ആദ്യ 2 പാദം. മകരം രാശിക്ക് വ്യാഴം പ്രതികൂലമായി, അതുപോലെ തന്നെ കേതു അഷ്ടമത്തിൽ വന്നു. അപ്പോൾ അങ്ങനെ പ്രതികൂലമായിട്ട്, ഡയറക്റ്റായിട്ട് പ്രതികൂലമായിട്ട് 2 ഗ്രഹങ്ങളുണ്ട്. 6ാം ഭാവത്തിൽ വ്യാഴം പ്രതികൂലമായിട്ട് ഉള്ള ഫലം തരും. എങ്കിലും ഇവർക്ക് 4 ഗ്രഹങ്ങൾ ഇവിടെ അനുകൂലമാണ്. ശനി അനുകൂലമായിട്ട് നിൽക്കുന്നു. 3ാം ഭാവത്തിൽ ശനി അനുകൂലമായിട്ട് നിൽക്കുന്നു. അതാണ് ഇവരുടെ ഏറ്റവും വലിയ നേട്ടം. പിന്നെ ശുക്രൻ, ബുധൻ, ചന്ദ്രൻ ഇവയൊക്കെ അനുകൂലമായിട്ട് നിൽക്കുന്നു. ബാക്കിയുള്ള ഗ്രഹങ്ങളൊക്കെ ഗുണദോഷ സമ്മിശ്രമായിട്ട് ഫലം തരുന്നു. പൊതുവെ ഇവർക്ക് ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഫലം ഞങ്ങൾ പറയുന്നു. വ്യാഴാഴ്ച മഹാവിഷ്ണു ക്ഷേത്രത്തിൽ വഴിപാടുകൾ നടത്തുക.
അപ്പോൾ ഈ വ്യാഴത്തിൻ്റെ പ്രതികൂല ഭാവം കുറഞ്ഞു കിട്ടും. അത് എല്ലാ വ്യാഴാഴ്ചയും, പ്രത്യേകിച്ച് ഈ 6ാം ഭാവത്തിൽ വ്യാഴം വന്നതുകൊണ്ട് എല്ലാ വ്യാഴാഴ്ചയും മഹാവിഷ്ണു ക്ഷേത്രത്തിൽ വഴിപാടുകൾ നടത്തുക. അലങ്കാരപ്രിയനായ മഹാവിഷ്ണുവിന് ഏറ്റവും വലിയൊരു തുളസിമാല എല്ലാ വ്യാഴാഴ്ചയും നിങ്ങൾ സമർപ്പിക്കുകയാണെങ്കിൽ നേട്ടങ്ങളുണ്ടാവും, ദോഷങ്ങൾ കുറയുകയും ചെയ്യും, ഗുണാധിക്യം നേടിയെടുക്കാനും പറ്റും. ഇനി കുംഭം രാശി. അവിട്ടം അവസാന 2 പാദം, ചതയം പൂരുട്ടാതി ആദ്യ 3 പാദം. കുംഭൻ രാശിക്ക് ഗുണദോഷ സമ്മിശ്രമായിട്ട് ഫലം പറയുന്നു. ഇവിടെ 18-ാം തീയതി രാത്രി 9:30 സർപ്പം അഥവാ രാഹു ജന്മത്തിലേക്ക് വരികയാണ്. ശനി 7 ശനിയായിട്ട് തുടരുന്നു. അപ്പോൾ ശനിയും സർപ്പവും പ്രതികൂലമാണ്. അപ്പോൾ ശനിയാഴ്ച നമ്മൾ ശിവക്ഷേത്രം, അതുപോലെ തന്നെ അയ്യപ്പൻ, അതുപോലെ തന്നെ ശനിക്ക് എള്ളുവിളക്ക്, അങ്ങനെയൊക്കെയുള്ള ശനിയാഴ്ച വ്രതമെടുത്ത് ഈശ്വര ഭജനം നടത്തി ക്ഷേത്ര ദർശനം നടത്തി ഈശ്വരനുമായിട്ട് ചേർന്ന് നിന്ന് കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയാണെങ്കിൽ ഈ ശനിയുടെയും സർപ്പത്തിൻ്റെ രാഹുവിൻ്റെയൊക്കെ ദോഷം മാറിയിരിക്കും. പിന്നെ ഇവിടെ വ്യാഴം 5ാം ഭാവത്തിൽ വന്നിരിക്കുകയാണ്. അതുപോലെ തന്നെ ചൊവ്വയും അനുകൂലമാണ്. അപ്പോൾ 5ാം ഭാവത്തിലെ വ്യാഴം നേട്ടങ്ങളുണ്ടാക്കും. പ്രത്യേകിച്ച് ദാമ്പത്യ ജീവിതത്തിൽ ഊഷ്മളമായ അനുഭവങ്ങളുണ്ടാവും. അതുപോലെ തന്നെ പ്രണയ ബന്ധങ്ങൾ ഊഷ്മളമാവും. അതുപോലെ തന്നെ വിവാഹം കാത്തു നിൽക്കുന്ന യുവതി യുവാക്കൾക്ക് നേട്ടമുണ്ടാവും. പിന്നെ ഭൗതിക ലൗകിക സുഖങ്ങൾ കുംഭൻ രാശിക്ക് പൊതുവെ ഉണ്ടാവും. ചൊവ്വയും ഇവിടെ അനുകൂലമാണ്. അപ്പോൾ നിയമപ്രശ്നങ്ങളിൽ നിന്നൊക്കെ അനുകൂലമായിട്ടുള്ള വഴിത്തിരിവുകളുണ്ടാവും. അതുപോലെ തന്നെ വ്യാഴം കൊണ്ട് ഇവർക്ക് സർവ്വവിധ സൗഭാഗ്യങ്ങളൊക്കെ ഉണ്ടാവും. ഭൗതിക സുഖങ്ങൾ, ലൗകിക സുഖങ്ങൾ ഇവർക്ക് ഉണ്ടാവും. ചൊവ്വ കൊണ്ട് അവർക്ക് രാഷ്ട്രീയ രംഗത്തും പൊതുരംഗത്തും ഉയർച്ചയുണ്ടാവും. അതുപോലെ തന്നെ നിയമപ്രശ്നങ്ങളൊക്കെ ഇവർക്ക് മറികടക്കാൻ പറ്റും. പൊതുവെ ഇവർക്ക് ബന്ധങ്ങൾ ഊഷ്മളമാവും. ശുക്രനും അനുകൂലമാണ്. അതുകൊണ്ട് പുതിയ സുഹൃത്ത് ബന്ധങ്ങൾ വഴി നേട്ടങ്ങളുണ്ടാവും. പൊതുവെ കുംഭൻ രാശിക്ക് ഗുണദോഷ സമ്മിശ്രമായിട്ട് ഫലം തരുന്നു പറയുന്നു ഞങ്ങൾ. മീനം രാശിയുടെ ഫലം ഞങ്ങൾ ആദ്യം പറഞ്ഞു, അതുകൊണ്ട് വീണ്ടും ആവർത്തിക്കുന്നില്ല. മീനം രാശിക്ക് ഗുണാധിക്യം വന്നു തുടങ്ങിയിരിക്കുകയാണ്. തീർച്ചയായിട്ടും മീനം രാശിക്ക് നല്ല കാലം തുടങ്ങാൻ പോവുകയാണ്. ഏതാണ്ട് തുടങ്ങിക്കഴിഞ്ഞു. അപ്പോൾ അവർക്ക് ഈ ഗുണാധിക്യമൊക്കെ അനുഭവവേദ്യമാകട്ടെ, ഈശ്വര അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇനി നമുക്ക് ബ്രഹ്മമുഹൂർത്തം നോക്കാം. ബ്രഹ്മമുഹൂർത്തം 18-19 തീയതികളിൽ രാവിലെ 4:30 AM മുതൽ രാവിലെ 5:18 AM വരെയാണ് ബ്രഹ്മമുഹൂർത്തം. 18-19 തീയതികളിൽ അഭിജിത്ത് മുഹൂർത്തം 18-19 തീയതികളിൽ ഉച്ചയ്ക്ക് 11:58 AM മുതൽ ഉച്ചയ്ക്ക് 12:48 PM വരെയാണ് 18-19 തീയതികളിൽ അഭിജിത്ത് മുഹൂർത്തം. അഭിജിത്ത് മുഹൂർത്തത്തിലും ബ്രഹ്മമുഹൂർത്തത്തിലും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ബ്രഹ്മമുഹൂർത്തത്തിൽ പ്രാർത്ഥനകൾക്ക് പ്രാധാന്യം നൽകുക. ഇനി രാഹുകാലം 18-ാം തീയതി വൈകിട്ട് 5:05 PM മുതൽ വൈകിട്ട് 6:39 PM വരെയാണ് 18-ാം തീയതി രാഹുകാലം. 19-ാം തീയതി രാവിലെ 7:41 AM മുതൽ 9:15 AM വരെയാണ് രാഹുകാലം. രാഹുകാലത്തിൽ പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കുക. അതുപോലെ തന്നെ യാത്രകൾ ഒഴിവാക്കുക. ഇനി ഭാഗ്യ നിറങ്ങൾ. 18-ാം തീയതി ഞായറാഴ്ച ചുവപ്പ്, 19-ാം തീയതി തിങ്കളാഴ്ച നീല, അല്ലെങ്കിൽ ഇവയുടെ ഇളം നിറങ്ങൾ, അല്ലെങ്കിൽ ഈ നിറങ്ങൾ
ഡിസൈനായിട്ടുള്ള വസ്ത്രങ്ങൾ ധരിച്ചാൽ ഭാഗ്യവർദ്ധനമുണ്ടാകുന്നതാണ്. ഇനി ഭാഗ്യ നമ്പറുകൾ നോക്കാം. 18/5/2025 5 ഏറ്റവും വലിയ ഭാഗ്യസംഖ്യ. 9, 8, 1, 2, 0 ഇവയും ഭാഗ്യസംഖ്യകളാണ്. 19/5/2025 6 ഏറ്റവും വലിയ ഭാഗ്യസംഖ്യ. 1, 9, 8, 2, 5 ഇവയും ഭാഗ്യസംഖ്യകളാണ്. വെളിച്ചച്ചാലിൻ്റെ മുഴുവൻ പ്രേക്ഷകർക്കും സർവകാര്യ വിജയം, സർവവിധ സൗഭാഗ്യം, രാജകീയ സുഖഭോഗങ്ങൾ, അപ്രതീക്ഷിത ധനലാഭങ്ങൾ, അപ്രതീക്ഷിത സൗഭാഗ്യങ്ങൾ ഇവ ഗുരുവായൂരപ്പൻ അനുഗ്രഹിച്ചു തന്ന് എല്ലാവരുടെയും ജീവിതത്തിൽ വെളിച്ചവും ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും വന്നു ചേരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുന്നു. നമസ്കാരം, ശുഭദിനം.